ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇതിനു മുന്നേ മെയ് 9 നടക്കും എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ടാറ്റ അൾട്രോസ് ഫേസ് ലിഫ്റ്റിൻ്റെ റിവ്യൂല് ഈ കഴിഞ്ഞ മെയ് 12 നടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡീറ്റെയിൽസും പുറത്തുവിട്ടിട്ടുണ്ട്, പ്രൈസ് ഒഴികെ. പ്രൈസ് വരാൻ പോകുന്ന ഈ വരുന്ന മെയ് 22 പക്ഷേ നമുക്കിതിൻ്റെ വേരിയൻസ്, ബാക്കി ഡീറ്റെയിൽസ്, ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. എക്സ്റ്റീരിയർ ലുക്ക് നിങ്ങൾ ഇതിന് മുന്നേയും ലീക്സിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഞാൻ ഇതിന് മുന്നേ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിൻ്റെ സെറ്റപ്പ് മൊത്തം വ്യത്യാസമുണ്ട്. LED ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട്. DRLs അവൈലബിൾ ആണ്. LED ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ 16-inch അലോയ് വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഡ്രാഗ് കട്ട് അലോയ് വീൽസ് എന്നാണ് ടാറ്റ വിശേഷിപ്പിക്കുന്നത്. അതായത് ഡ്രാഗ് കോഫിഷ്യൻ്റ് ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഡിസൈൻ. പക്ഷേ എനിക്ക് പേഴ്സണലി അതത്ര കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പഴയത് കുറച്ചുകൊണ്ട് നല്ലതായിരുന്നു, ഡയമണ്ട് കട്ട് ഉണ്ടായിരുന്നു. റിയറിലേക്ക് വരുമ്പോഴും മെയിനായിട്ട് വ്യത്യാസം വരുന്ന ടൈൽ ലാംപ്സിൻ്റെ ഡിസൈനിലും ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെയാണ്. ഇപ്പോൾ ടാറ്റയുടെ ഒരു ട്രയാറോ പാറ്റേൺ ഒക്കെ വരുന്ന രീതിയിലുള്ള ഡിസൈനിലേക്ക് എനിക്ക് ആ ടൈൽ ലാംപ്സിൻ്റെ എൻ പൊസിഷൻ പോയതുപോലെ തോന്നിയിട്ടുണ്ട്. കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഒക്കെയാണ് കിട്ടുന്നത്. LED ടൈൽ ലാംപ്സ് ബേസ് മോഡൽ മുതലുണ്ടെങ്കിലും കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ബേസ് മോഡൽ മുതൽ തന്നെ കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ഇനി ഇതിൽ പുതിയ ഫീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ എക്സ്റ്റീരിയറിൽ നമുക്ക് ORVMസിൻ്റെ അകത്ത് തന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ മൗണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. നേരത്തെ അത് ഫെൻഡറിലായിരുന്നു. ORVMൻ്റെ ഡിസൈനിലും അത്യാവശ്യം ചേഞ്ചസ് വരുത്തിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ക്യാബിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിലും ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് എക്വിപ്പ് ചെയ്യാനായിട്ട്. പിന്നെ നോക്കാനാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റിയറിംഗ് വീലിന് വ്യത്യാസമാണ്. പുതിയ ടാറ്റയുടെ ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ കാണുന്ന 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തും പുറത്തും 2 ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോഡ്, ഓഡിയോ കൺട്രോൾസ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അഡാസ് ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ അതല്ലാതെ നോക്കുകയാണെങ്കിൽ AC-യുടെ കൺട്രോൾസിലൊക്കെ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഒരു പഴയ എക്സ്പ്രസ് കൂൾ ഫീച്ചറും ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ടാറ്റ എപ്പോഴും സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഏത് കാലത്താണെങ്കിലും മുന്നിലായിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 സ്പീക്കർ പ്ലസ് 4 ട്വീറ്റർ സിസ്റ്റമാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് തന്നെ സൗണ്ട് സ്റ്റേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓഡിയോ മോഡ്സ് അവൈലബിൾ ഉണ്ട്. അതിന് കുറേ ഓപ്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഹാരിയർ തുടങ്ങിയ വാഹനങ്ങളൊക്കെ കിട്ടുന്ന സംഭവമായിരുന്നു. എന്തായാലും ഇതിൻ്റെ അകത്തും ഇപ്പോൾ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പുതിയ ഫീച്ചേഴ്സ് വരുന്ന ഒന്ന് നമ്മുടെ പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഫുൾ 10.5 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററൊക്കെ അവൈലബിൾ ആണ്. അത് പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. 360-degree ക്യാമറയും ഇതിനകത്ത് അവൈലബിൾ ആണ്. ബാക്കി ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ വയർലെസ് ചാർജിങ് ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കണക്റ്റഡ് കാർ ടെക്കൊക്കെ ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റഡ് സൺറൂഫ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സിംഗിൾ പെയിൻ ആണ്, പക്ഷെ എന്തായാലും സൺറൂഫ് ഉണ്ട്. അത് സെക്കൻഡ് ബേസ് മോഡൽ മുതലാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ക്യാബിൻ സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ വീൽ ബേസിലോ ഡയമെൻഷൻസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. വീൽ ബേസിൽ വ്യത്യാസമൊന്നുമില്ല, ഡയമെൻഷൻസിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ എന്തായാലും സീറ്റ്സിൻ്റെ കളർ തീമൊക്കെ അവർ കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തോന്നുന്ന ലെതർ ഫിനിഷുള്ള സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു ബേജും അതുപോലെ കൈൻഡ് ഓഫ് ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളർ തീമും കൂടെ വരുമ്പോഴേക്കും കാണാൻ രസമുണ്ട്. ഒരു പെയിൽ ഗോൾഡ് കളർ പോലെയാണ് എനിക്ക് തോന്നിയത്. സാഡ്ലി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷനൊന്നും അവരിപ്പം റിവീൽ ചെയ്തിരിക്കുന്ന വണ്ടിയുടെ സ്പെക് ഷീറ്റിലൊന്നും കാണിച്ചിട്ടില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു മെൻഷൻ ചെയ്തേനെ. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ആംബ്രസ്റ്റൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്ത് അവൈലബിൾ ആണ്. ബാക്കിൽ ആംബ്രസ്റ്റ് കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. പണ്ട് കപ്പ് ഹോൾഡർ ഇല്ലാത്ത ആംബ്രസ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും പണ്ടും ആംബ്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ആഡ് ആയിരിക്കുന്ന ഒന്ന് പുതിയ SOS കോളാണ്. അത് നമുക്ക് ഇപ്രാവശ്യം മുകളിൽ തന്നെ നമ്മുടെ ക്യാബിൻ ലൈറ്റ്സിൻ്റെ ഒക്കെ കൂടെയുള്ള സ്വിച്ചിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒബ്വിയസ്ലി അവൈലബിൾ ആയിട്ടുള്ള 6 എയർ ബാഗ്സ്, ESP, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിനെ പറ്റി പറയാനാണെങ്കിൽ ടാറ്റ ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലുക്ക് ആ കാര്യത്തിൽ തന്നിട്ടില്ലെങ്കിലും 1.2 ലിറ്റർ NA പെട്രോൾ എഞ്ചിൻ തീർച്ചയായും അവൈലബിൾ ആയിരിക്കും. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് DCയുടെ കൂടെയാണ് കിട്ടുന്നത്. വണ്ടി ലോഞ്ചിൽ തന്നെ CNGയിലും അവൈലബിൾ ആയിരിക്കും എന്നും ടാറ്റ പറഞ്ഞിട്ടുണ്ട്. അത് ഈ സെയിം 1.2 NAയുടെ കൂടെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന സെയിം 90 bhp തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന 86 PS പവർ തന്നെയായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1.2 ടർബോ പെട്രോളിൻ്റെ കാര്യം അവരിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നേരത്തെ അത് റേസർ മോഡലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ടർബോ ലാസ്റ്റ് ആയപ്പോഴേക്കും നിർത്തി. എന്തായാലും അതിനിപ്പം ലോഞ്ച് വരെ വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. അവർ പ്രാവശ്യം ടർബോ പെട്രോൾ കൊടുക്കോ ഇല്ലയോ എന്നുള്ളത്. ടർബോയ്ക്ക് സെയിൽസ് വളരെ കുറവായിരുന്നു. ഈവൻ റേസറിലാണെങ്കിലും സെയിൽസ് വളരെ കുറവായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ തൽക്കാലത്തേക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചത്. ചിലപ്പം ഭാവിയിൽ ഫേസ് ലിഫ്റ്റിൻ്റെയും ഒരു റേസർ വേർഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ടർബോ പെട്രോളൊക്കെ വെച്ച്. ഇപ്പോൾ i20 ഓൺലൈനിൽ കിട്ടുന്ന പോലെ. i20യുടെ നോർമൽ വേർഷൻസ് നമുക്ക് ടർബോ പെട്രോൾ ഇപ്പോൾ കിട്ടുന്നില്ല.
ഇനി നമുക്ക് വേരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ടോട്ടൽ 5 വേരിയൻസ് ആണ് ഈ വാഹനത്തിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ടാണ് ഏറ്റവും ബേസിക് വേരിയൻറ്റ്. പണ്ട് എക്സി, എക്സം, എക്സ് പ്ലസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ പോയി ഇപ്പോൾ സ്മാർട്ട്, പ്യുവർ, ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് എസ്, അതുപോലെ അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് തുടങ്ങിയ വേരിയൻസ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ബേസ് മോഡൽ മുതൽ തന്നെ ടാറ്റ സൺറൂഫിൻ്റെ ഓപ്ഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്യുവർ മോഡലിന് താഴെ നിങ്ങൾക്ക് കാണാം വോയിസ് അസിസ്റ്റഡ് ഇലക്ട്രിക് സൺറൂഫ് ഓപ്ഷണൽ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്യുവർ എസ് എന്ന് പറഞ്ഞ മോഡൽ അവൈലബിൾ ആയിരിക്കും. ടിപ്പിക്കൽ ടാറ്റ സ്റ്റൈലിൽ ഒരു കൊടുത്താണ് ഇപ്പോൾ അവർ എല്ലാ വേരിയൻസിലും സൺറൂഫ് കൊടുക്കുന്നുണ്ടല്ലോ. ബേസ് മോഡൽ ഒഴികെ ബാക്കി എല്ലാത്തിലും കിട്ടുന്നുണ്ട്. എനിക്ക് ആക്ച്വലി പ്യുവർ വേരിയൻറ്റ് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നി. കാരണം ആവശ്യത്തിനുള്ള ബേസിക് ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈമറ്റ്രോണിക് AC ഉണ്ട്, പിന്നെ LED ഹെഡ് ലാംപ്സ്, ടച്ച് സ്ക്രീൻ 7 ഇഞ്ചാണ്, പക്ഷേ എന്തായാലും ടച്ച് സ്ക്രീൻ ഉണ്ട്. അതിൻ്റെ ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം ഉണ്ടാവും. സോ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ മുകളിലേക്ക് വരുന്തോറും ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. ടോപ്പ് എൻഡിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് സ്പെക്ഷ്യറ്റോടെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫൈനൽ പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയ് 22-നായിരിക്കും വരുന്നത്. അപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് പ്രൈസ് ഏതൊക്കെ വേരിയൻസ് തമ്മിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ അൾട്രോസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.6 lakhs അടുത്തൊക്കെയാണ്. അതിനി കൂടുകയോ കുറയോ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് ടോപ്പ് എൻഡ്സിനൊക്കെ പ്രൈസ് കൂടും. ബേസ് മോഡൽ ചിലപ്പോൾ ഒരു 6.8 അല്ലെങ്കിൽ ഒരു 7 lakhs താഴത്തായിട്ടൊക്കെ അവർ നിർത്താൻ ശ്രമിക്കുമായിരിക്കും. കാരണം അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലുള്ള പൊതുവെയുള്ള വാഹനങ്ങളുടെ സ്റ്റാൻഡേർഡിലും മുകളിൽ പോയതുപോലെ ആയിപ്പോവും. ടോപ്പ് എൻഡിൻ്റെ വില ഉറപ്പായിട്ടും കൂടും. കാരണം അത്യാവശ്യം ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഞാൻ നേരത്തെ അൾട്രോസ് ലീക്കായി വന്ന സമയത്ത് എൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യൽ അൺവെയിൽ എന്ന് പറഞ്ഞ് നടന്നപ്പം വലിയൊരു വീഡിയോ ആയിട്ടും ചെയ്യാത്തത്. കാരണം ഓൾറെഡി ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നുള്ള കാര്യമൊക്കെ. അതാണ് സംഭവം. എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. എന്തായാലും 22 നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ പ്രൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗും തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ 1 lakhനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് പെട്ടെന്നാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.